കരിപ്പൂരിലെ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട ആഭ്യന്തര വകുപ്പിനെതിരെ പി.വി. അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് കസ്റ്റംസിന്റെ ഹൈക്കോടതിയിലെ സത്യവാങ്മൂലം. കസ്റ്റംസിന്റെ അധികാര പരിധിയിൽ പോലീസ് കടന്നു കയറിയെന്ന് മാത്രമല്ല, സ്വർണ്ണക്കടത്ത് കേസിന്റെ വിവരങ്ങൾ മറച്ചുവെന്നും സത്യവാങ്മൂലത്തിലുണ്ട്. തന്റെ വാദങ്ങൾ കസ്റ്റംസ് ശരിവച്ചിരിക്കുകയാണെന്ന് പി.വി. അൻവർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. പോലീസിന് ഒരു അധികാരവുമില്ലാത്ത കരിപ്പൂർ എയർപോർട്ടിലും പരിസരത്തും സ്വർണ്ണക്കടത്തുകാരെ പിടികൂടി സ്വർണം കൊള്ള നടത്തുന്നു എന്നാണ് പി.വി. അൻവർ ഉന്നയിച്ച ആരോപണം. മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിന്റെ നേതൃത്വത്തിൽ ഇതിനായി ഒരു മാഫിയ സംഘം പ്രവർത്തിച്ചുവെന്നും അൻവർ ആരോപിച്ചിരുന്നു. ഈ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് കസ്റ്റംസിന്റെ ഹൈക്കോടതിയിലെ സത്യവാങ്മൂലം. കരിപ്പൂർ സ്റ്റേഷനിൽ മാത്രം പോലീസ് രജിസ്റ്റർ ചെയ്തത് 170 സ്വർണ്ണക്കടത്ത് കേസുകളാണ്. ഇതിൽ കേവലം 6 എണ്ണം മാത്രമാണ് പോലീസ് കസ്റ്റംസിനെ അറിയിച്ചത്. സ്വർണ്ണക്കടത്ത് വിവരം ലഭിച്ചാൽ കസ്റ്റംസിനെ അറിയിക്കുക മാത്രം ചെയ്യേണ്ട പോലീസ് കസ്റ്റംസിനെ നോക്കുകുത്തിയാക്കിയെന്നാണ് സത്യവാങ്മൂലത്തിലെ പ്രധാന ആരോപണം. പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളെക്കുറിച്ചുള്ള വിവരങ്ങളും കസ്റ്റംസിൽ നിന്ന് മറച്ചുവെച്ചു. മഞ്ചേരി കോടതിയിൽ നിന്നാണ് കേസിന്റെ വിവരങ്ങൾ ശേഖരിച്ചതെന്നും കസ്റ്റംസ് പറയുന്നു. തന്റെ വാദങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞതായി പി.വി. അൻവർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. ഒരു കസ്റ്റംസിന്റെ അധികാര പരിധിയിൽ കടന്നു കയറി ഈ സ്വർണം കൊള്ളയടിക്കുക എന്ന ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് പോലീസ് ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പൊ കസ്റ്റംസ് കോടതിയെ സമീപിക്കേണ്ടി വന്നു. നിരവധി തവണ കസ്റ്റംസ് കമ്മീഷണർ പോലീസിന് കത്തെഴുതിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഹൈക്കോടതിയിൽ നമ്മൾ അറിയിച്ചിട്ടുമുണ്ട്. കസ്റ്റംസ് ആക്ട് പ്രകാരം പിടിച്ചെടുത്ത വസ്തുക്കൾ അന്വേഷണം പൂർത്തിയാക്കി 6 മാസത്തിനുള്ളിൽ തിരികെ നൽകണം. എന്നാൽ പോലീസ് വരുത്തുന്ന കാലതാമസം അന്വേഷണത്തെ ദോഷകരമായി ബാധിക്കുന്നുവെന്നും കസ്റ്റംസ് ചൂണ്ടിക്കാട്ടുന്നു. മീഡിയ 1 കൊച്ചി.